إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയിൽ നിർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തോട് പറയുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനില് 2-ാമത്തെ അധ്യായം സൂറ ബഖറയില് 208-ാമത്തെ വചനമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാഹുവിൽ പരിപൂർണമായി വിശ്വസിച്ച മുഅ്മിനുകളായ ആളുകളെയാണ് സംബോധന ചെയ്യുന്നത്. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ആ ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ട് നിങ്ങൾ പ്രവേശിക്കുക. നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ദീനിലേക്ക് പരിപൂർണമായി കൊണ്ട് നിങ്ങൾ പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ,
ഒരു കാരണവശാലും നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യക്ഷ ശത്രുവാണ് അവൻ. ഈ ആയത്തിന്റെ അവതരണത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിനു ശേഷമാണ് ഈ ആയത്ത്, ഈ സൂറത്ത് അവതരിക്കുന്നത്. ഈ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തരമായ പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ ആയാത്തുകൾ അവിടെയുണ്ടായിരുന്ന ആളുകളിലേക്ക് ഓതി കേൾപ്പിച്ചതിന്റെ ഭാഗമായി ജൂതന്മാരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അവരാണ് പരമാവധി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ പരിശ്രമിച്ച ആളുകൾ. പക്ഷെ അവർക്ക് ആയത്തുകൾ ബോധ്യപ്പെട്ടപ്പോൾ, അള്ളാഹുവിൽ ഭയപ്പാട് തോന്നിയപ്പോൾ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ഒരു കൂട്ടം ജൂതന്മാർ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിനു ശേഷവും മുഅ്മിനുകളായി, മുസ്ലിങ്ങളായി, റസൂലുള്ളാഹിയുടെ സ്വഹാബിമാരായി. പക്ഷെ അവർക്ക് ചില കാര്യങ്ങളിൽ പരിപൂർണമായിട്ട് ഇസ്ലാമിനോടൊപ്പം നിൽക്കാൻ സാധിച്ചില്ല. ചില കാര്യങ്ങളിൽ, ദീനിന്റെ കാര്യത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കാര്യത്തിലൊക്കെ അവരെന്തായി? ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ചില കാര്യങ്ങൾ, അവരുടെ ആ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചില സ്വഭാവങ്ങൾ അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. അഥവാ ഒട്ടകത്തിന്റെ പാൽ കുടിക്കുക, അതവർക്കൊരു പറ്റൂല എന്ന് പറയാം. ഒരു മനുഷ്യന് വ്യക്തിപരമായിട്ട് വേണ്ടെന്ന് വെക്കാം, പക്ഷെ അതിനോട് താല്പര്യമില്ലായ്മ, അതൊരു ശരിയല്ലാത്ത നിലപാടാണ്. ഒട്ടകപ്പാൽ കുടിക്കണ്ട, അതിന്റെ മാംസം കഴിക്കുക. അവിടെ എത്തുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ട്, അത് ഞങ്ങൾക്ക് ശീലമില്ലാത്തതാണ്, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനോടൊരു വെറുപ്പ് കാണിക്കുന്ന സംവിധാനം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്നാണ് ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരൊക്കെയും പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമുക്കതൊരു നിസാരമായിട്ടാണ് തോന്നുന്നത്, പക്ഷെ വലിയ ഒരു കാര്യം, ഗൗരവത്തിലാണ് അള്ളാഹു അവരെ ഉപദേശിച്ചത്. നിങ്ങൾ അള്ളാഹുവിന്റെ മതത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ ആ മതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും വെറുപ്പുണ്ടാവാൻ പാടില്ല. എന്നാൽ അള്ളാഹുവിന്റെ ദീനിന് അനുവാദമല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അതൊരു നിങ്ങളുടെ ഒരു സന്തോഷമുള്ള, അല്ലെങ്കിൽ അത് തരക്കേടില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോവാനും പാടില്ല. രണ്ടു കാര്യങ്ങളാണ് ഇവിടെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടുന്നത്. ഇത് മുഅ്മിനീങ്ങളെ വിളിച്ചാണ് പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ള ആളുകൾ മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന് അഭിമാനിക്കുമ്പോൾ, മുഅ്മിനുകളാണ് എന്ന് അഭിമാനിക്കുമ്പോൾ നമ്മൾ ശിർക്ക് ചെയ്യുന്നില്ല, മറ്റൊരുപാട് ബിദ്അത്തുകളിൽ നമ്മൾ പ്രവേശിക്കുന്നില്ല. നമ്മൾ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുന്നതിൽ അഭിമാനം കാണുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരവും ആ അഭിമാനത്തിനോട് ഒപ്പം നിൽക്കണം. നമ്മുടെ ജീവിത നിലവാരത്തിലും മറ്റേതെങ്കിലും തരത്തിലുള്ള കോപ്രായത്തരങ്ങൾക്ക് നമ്മൾ കൂടെ നിൽക്കരുത്. ഇപ്പൊ നോക്കൂ, പശ്ചാത്യ രാജ്യങ്ങളിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വ്യഭിചാരത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ആളുകളെ അറിയിച്ചു നടക്കുന്ന സ്ത്രീകളുണ്ട്. അതെങ്ങനെയാണ് അവരതിന്റെ ഒരു ബ്രാൻഡായിട്ട് ആളുകളെ കാണുന്ന ആളുകൾക്ക് അവരോട് സ്വതന്ത്രമായിട്ട് വ്യഭിചാരത്തിന് ക്ഷണിക്കാം. അതിനവര് അവരുടെ കാലിൽ ഒരു ചരട് കെട്ടിയിടും. അതാണ് അതിന്റെ ബ്രാൻഡ്, അതിന്റെ അടയാളം അതാണ്. വ്യഭിചാരികളായ സ്ത്രീകൾ തങ്ങൾ വ്യഭിചാരികളാണ് എന്ന് ആളുകളെ അറിയിക്കുന്നതിന് അതിന്റെ ഒരു അടയാളമായിട്ടാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സ്ത്രീകൾ അവരുടെ കാലിൽ ഒരു ചരട് കെട്ടുന്നത്.
എന്നാൽ ഇന്ന് മുസ്ലിങ്ങളായ നമ്മുടെ നാട്ടിലെ മലയാളികളായ മുസ്ലിം പെൺകുട്ടികളിൽ പോലും അറിയാതെ ഈ ഒരു വലിയ അപകടം നടക്കുന്നുണ്ട്. വെറുതെ ഒരു ചരട്, അത് മന്ത്രിച്ചൂതിയതൊന്നും അല്ല, അതവർക്ക് പറ്റൂല. മന്ത്രിച്ചൂതിയ ഒരു ചരട് ഞങ്ങളുടെ ശരീരത്തിൽ വരൂല. ഞങ്ങൾ മുവഹ്ഹിദുകളാണ്, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരല്ല. അതിനോട് ഒരു നിലക്കും ഒരു നിലപാടും ഞങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് പറയുന്ന അഭിമാനമുള്ള മുവഹ്ഹിദുകളായ കുടുംബത്തിലെ മുസ്ലിം പെൺകുട്ടികൾ കാണാം ചിലപ്പോ കാലിലൊരു ചരട്. എന്തിനാണത്? വെറുതെ ഒരു ഫാഷനാ. ഈ ഫാഷന്റെ അടയാളം, അതിന്റെ അപകടം എവിടെ കിടക്കുന്നത്? മഹാമ്ലേച്ഛമായ, അശ്ലീലമായ, ഒരിക്കലും ഒരു പൊതു പ്രകൃതി സ്വഭാവത്തിന് തന്നെ ആളുകൾക്കിടയിൽ കാണിക്കാൻ പാടില്ലാത്ത മോശമായ ഒരു അടയാളത്തിന് സൂചനയുള്ള ഒന്ന്. ഒരു ആവശ്യം, അതെന്തൊരു ഫാഷനാ? അതുകൊണ്ട് എന്തൊരു ഫാഷനാ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നിങ്ങൾ ശൈത്താന്റെ പാത നിങ്ങൾ പിന്തുടരരുത് എന്നാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവസാനിപ്പിച്ചു തന്നത്. മുഅ്മിനുകളായി ജീവിക്കുമ്പോൾ മുഅ്മിനുകൾക്ക് ചില ക്വാളിറ്റികൾ ഉണ്ട്. ആ ക്വാളിറ്റി നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വളർന്നു വരുന്ന തലമുറയിൽ ആ തരത്തിൽ സ്വഭാവം അറിയാതെ നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരോട് വളരെ ഗുണകാംക്ഷയോട് കൂടിയിട്ട് അവരെ ഭയപ്പെടുത്തിയും കൊണ്ടോ അവരോട് കണ്ണുരുട്ടിയും കൊണ്ടോ അവരെ എന്തോ ഒരു വലിയ ഒരു ദുരന്തം നീ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ല. മോളെ, ഇതൊരു നല്ല സ്വഭാവമല്ല, നമുക്ക് പാടില്ല. കാരണം നമ്മൾ പരിപൂർണമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞതാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മതത്തിന് അതിന് മോശമാകുന്ന കോലങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതൊരു ചരട് കയ്യിൽ കെട്ടുന്ന ചില ആൺകുട്ടികളുണ്ട്. ആരാണത്? സാധാരണ സമസ്തയിൽ ആ ഒരു വിശ്വാസത്തിൽ മന്ത്രിച്ചൂതിയ ചരടുകൾ കിട്ടുന്ന ആൺകുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക. അങ്ങനെ ഒരു ചരട് കെട്ടുന്നവൻ മുശ്രിക്കാണ്, അവൻ ശിർക്ക് ചെയ്തവനാ. അവരെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനത്തെ ഒരു ചരടും ഒരിക്കലും എന്റെ ശരീരത്തിൽ വരില്ലെന്ന് മനസ്സിലാക്കിയ തൗഹീദുള്ള കുടുംബത്തിലെ ചില ആൺകുട്ടികളുടെ കയ്യിലാണ് ഒരു ചരട്. ഒരു ഫാഷൻ ചരടാണെന്നാ പറയുന്നത്. കാണുന്നതിന്റെ ഒരു സത്യത്തിൽ അത് കാണുന്നതിന് നമുക്കൊരു വെറുപ്പാണ്. അതിന് ഒരു സൗന്ദര്യവും ഇല്ല. എന്താണ് അതിലുള്ളത്? എന്തിനാണത്? അത് പിശാചിന്റെ പാതയാണ്. പിശാച് അതിലൂടെ നമ്മളെ വഴിപിഴപ്പിക്കാനുള്ള ഒരു മാർഗം നമ്മളായിട്ട് പിശാചിന് കെട്ടിക്കൊടുക്കുക. ഞാൻ പിശാചിന്റെ ചില സംഗതികളൊക്കെ എനിക്ക് പിശാചിന്റെ പിന്നാൽ കൂടിയാൽ പറ്റുമെന്ന് പിശാചിന് കൊടുക്കുന്ന ഒരു സൂചനയായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ അവിടത്തെ തെരുവിൽ വ്യഭിചാരികളായി നടക്കുന്ന സ്ത്രീകൾ ഞങ്ങൾ അതിന് പറ്റുന്ന ആളുകളാണ് എന്ന് ആ തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കെട്ടുന്ന ചരട് പോലെ ചില കുട്ടികളാണ് അങ്ങനെ കയ്യിലൊരു ചരടോ കെട്ടിയിട്ട്. എന്റെ മക്കളോട് പറയാനുള്ളത്, അതൊരു നല്ല വൃത്തിയുള്ള സംഗതി അല്ല. ആളുകൾ കാണുമ്പോ തന്നെ അതൊരു മോശമായ കാഴ്ചയാണ്. അതിൽ യാതൊരു നല്ല ഒന്നും അതിൽ പറയാനില്ല. അപ്പോ ഈ ബോധമുള്ള നമ്മുടെ ഉമ്മമാർ പറയും, മോനെ അത് വേണ്ടട്ടോ, അത് കയ്യിൽ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് അടുത്തത്? അതിപ്പോ ഉമ്മങ്ങളെ ആ പഴയ ജീവിച്ച കാലം ഒന്നുമല്ല, ഇതൊക്കെ ഇപ്പൊ ഒരു ഫാഷനാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും കൂടി ഇങ്ങനെ ഇളക്കി പിടിക്കണ്ട. മാതാപിതാക്കൾ പറഞ്ഞോ അത് അനുസരിക്കണം എന്നുള്ളതാണ്. അതും പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞതിന്റെ അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളോട് അനുസരണയുള്ളവരായിരിക്കണം, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു മാതാവിനെ സംബന്ധിച്ച്, ഒരു പിതാവിനെ സംബന്ധിച്ച് മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മുന്തിയ നന്മ എന്താണെന്നറിയോ? ആ മാതാവും പിതാവും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നതാണ് ആ മാതാവിനും പിതാവിനും മക്കളായ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മുന്തിയ പരിഗണന. അത് കഴിഞ്ഞ ബാക്കിയൊക്കെ ഉള്ളൂ. മക്കളെ, ഇത് നമുക്ക് പറ്റിയൊരു കോലല്ല. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളോട് ഈ ടീനേജ് പ്രായത്തിലുള്ള ഒരു 15ഉം 25ഉം ഒക്കെ വയസ്സ് പ്രായത്തിൽ നിൽക്കുന്ന മക്കൾ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചിന്താഗതിയും ഒരു ലോകവും ഒക്കെ അവരുടെ മുമ്പിൽ കാണുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ചോദിക്കും, ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന
ചെറുപ്പക്കാരുണ്ട്. ആ കുഴപ്പം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്, അവരുടനെ തന്നെ പശ്ചാത്തപിക്കുന്നു, പടച്ചോനെ അറിയാതെ പറ്റിപ്പോയതല്ല. ഈ മതത്തിന് മോശമായ ഒരു കോലവും ഞാൻ കിട്ടൂല. അതാണ് നമ്മുടെ മക്കളുടെ പ്രത്യേകത. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങത് മനസ്സിലായി കഴിഞ്ഞാൽ അംഗീകരിക്കാം എന്നതിൽ അവർ സൽഗുണ സമ്പന്നരാണ്. ഇപ്പോ ഈ കഴിഞ്ഞ സമയങ്ങളിൽ മയക്കുമരുന്നിന്റെ കേസിൽ പിടിക്കപ്പെട്ട ആ ചെറുപ്പക്കാരെ മുഴുവനും നിങ്ങൾ എടുത്ത് നോക്കുകയാണ്, ഒരു മനുഷ്യക്കോലുള്ള ഒരൊറ്റൊന്നതിലില്ല. മനുഷ്യക്കോലുള്ള ഒരൊറ്റൊന്നതിലില്ല. മുടിയൊക്കെ കാണാൻ കണ്ട് ജട പിടിച്ച് എന്തോ ഒരു കോലമായിട്ട്, അവന്റെ മുഖം തന്നെ കാണാൻ കഴിയാത്ത ഒരു തരത്തിലേക്ക് മുടിയൊക്കെ വളർത്തി ഒരു പ്രത്യേക കോലം. അതല്ലെങ്കിൽ കുറെ ഇവിടുന്ന് ഇങ്ങോട്ട് ചെത്തി കൊടുത്തിട്ട് ആ തലന്റെ ഭാഗത്ത് കുറച്ച് നിർത്തി. ജൂതന്മാർ പോലും അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരുടെ ആ സമ്പ്രദായം മാറ്റി. പിന്നീട് അവർ അങ്ങനെ പോയിട്ടില്ല. അവരെ കൃത്യമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെന്നുള്ളതിന്റെ ആയത്ത് വന്നതോടുകൂടി അവർ പൂർണ്ണമായി പ്രവേശിച്ചു. പിന്നീട് അവർക്കൊരു സംശയമോ ഒരു മാറ്റമോ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു പക്ഷെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതിന്റെ ഗൗരവം അറിയാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ തലമുടിയായാലും നമ്മുടെ വസ്ത്രങ്ങളായാലും നമ്മുടെ ശരീരമായാലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണുകൾക്ക് കൺകുളിർമ ഉണ്ടാവണം എന്നതാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു പറഞ്ഞ, അവർ പറയുന്നവരാണ്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എങ്ങനെ? والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതികളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. നമ്മൾ ഈ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ആ കാര്യത്തിൽ വേണ്ടുന്നത്ര റബ്ബിനോട് പറയുന്നില്ല. പിന്നെ നമ്മൾ മക്കളോട് നേരിട്ട് ആദ്യമായിട്ട് മക്കളോട് ഈ കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ അത് വേണ്ടത്ര ഫലം ലഭിക്കണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയായിക്കൊണ്ട് പറയാണ്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹും ഖൗലൻ കരീമാ. വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു ആയത്താണ്. അവിവേകികളായി ജീവിച്ചിരുന്ന മനുഷ്യർ അവര് ഒരു വായനക്ക് വേണ്ടി പരിശുദ്ധ ഖുർആനിനെ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ആയത്തും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ മാറ്റം അവരെ വിവേകികളും മുഅ്മിനുകളുമാക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഒരുപാട് ആളുകൾ പറയാ, പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളുടെ മഹത്വം പറയുമ്പോൾ അതിൽ എണ്ണിപ്പറയുന്ന ഒരു ആയത്താണിത്. മനസ്സിന് വല്ലാത്ത ഒരു എന്താ പറയാ, ഒരു കിടിലത ഉണ്ടാക്കുക എന്ന് പറയില്ലേ, എന്താ ഈ പറയണത്? നിന്റെ നാഥന്റെ കൽപ്പനയുണ്ട്, വിധിച്ചിട്ടുണ്ട്. എന്താ? നിങ്ങൾ അവനെ അല്ലാതെ വഴിപ്പെടരുത്, അല്ലാഹുവിനല്ലാതെ വഴിപ്പെടരുത്. എന്നാൽ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. അപ്പൊ ഈ മാതാപിതാക്കൾ ആരാണ്? നമ്മുടെ ഉപ്പയും ഉമ്മയാണ് അല്ലെ. ഈ ഉപ്പയും ഉമ്മയ്ക്കും നന്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മുന്തിയ പരിഗണനയുള്ള നന്മ എന്താണെന്നറിയോ? ആ മാതാപിതാക്കൾ ദീനിന്റെ കാര്യത്തിൽ അവരുടെ ജീവിത വിജയത്തിന് നൽകുന്ന ഉപദേശം അത് സ്വീകരിക്കുക എന്നതാണ്. എത്ര സന്തോഷമായിരിക്കും മാതാവിനും പിതാവിനും മക്കളൊരു കാര്യം പറയുമ്പോൾ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ. മക്കളെ, ഇത് പിന്നീട് അവരുടെ പ്രായത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ബോധ്യം വരും തീർച്ചയായിട്ടും. കാരണം അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ മക്കളെ വളർത്താനുള്ള സമയമായി. നമ്മുടെ മക്കൾ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നരായി വളരണമെന്നാണ് പിന്നെ നമ്മുടെയൊക്കെ ചിന്ത. പിന്നെ ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയ നമ്മുടെ ഉപദേശം അവരോടായി. ആ സമയത്ത് ആ മക്കൾ നമ്മളോട് ധിക്കാരം കാണിക്കാതിരിക്കാൻ, ആ മക്കൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്ന സമയത്ത് കുറച്ചൊക്കെ പെട്ടെന്നൊന്നും ഒരുപക്ഷെ നമ്മളത് സ്വീകരിച്ചോളണമെന്നില്ല. അതൊരു തെറ്റല്ല, അബദ്ധമല്ല. പക്ഷേ ഈ ആയത്തുകൾ നമ്മൾ
നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക എന്നതിൽ അവർക്ക് കുറെ ഭക്ഷണം കൊണ്ട് കൊടുക്കുക എന്നല്ല. അത് മാത്രമല്ല, അവരെ വേണ്ടുന്ന തരത്തിലൊക്കെ അവരുടെ ചികിത്സാ കാര്യങ്ങള് അതൊക്കെ അതിൽ പെട്ടതാണ്. പക്ഷെ ഏറ്റവും മുന്തിയ പരിഗണന നന്മകൾ അവർ പറഞ്ഞു തരുമ്പോൾ അത് ഇസ്ലാമികമാണ്, അള്ളാഹുവിന്റെ ദീനിനെതിരല്ല എങ്കിൽ അത് സ്വീകരിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബിർഹമുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പകാലത്തിൽ എങ്ങനെ ഞാൻ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ച് ഒരു നല്ല വളർച്ചയിൽ എൻ്റെ കാര്യങ്ങൾക്കു എന്നോടൊപ്പം നിന്ന് എന്നെ നോക്കി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ അവരോട് നീ കരുണ കാണിക്കണമേ. ആ പ്രാർത്ഥന നമുക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പ്രാപ്തരായ മക്കളായിരിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ അവധിക്കാലമൊക്കെ ആണല്ലോ, നമ്മുടെ മക്കൾ സ്കൂളും ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് പലപ്പോഴും പലതരത്തിലും ഉള്ള കാര്യങ്ങളിലേക്ക് മക്കൾ പോവുക. അവർക്ക് ഗുണകരമായ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ എല്ലാം വേണ്ട എന്ന് പറഞ്ഞ് തടയാൻ പാടില്ല. അവരാ ചോദിക്കുന്ന കാര്യത്തിൽ അവർക്കതിന് എന്തൊക്കെയാണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഗുണകരമായിട്ട്, അതിലൊക്കെയും നമ്മൾ അവരോടൊപ്പം നിന്നു കൊടുക്കണം. ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചു വരുന്ന മക്കൾക്ക് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. എല്ലാ കാഴ്ചപ്പാടുകളും തെറ്റാണ് എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ആ കാഴ്ചപ്പാടുകളെ ഈ സാഹചര്യവുമായി നോക്കി അത് ദീനിനെതിരല്ല, അത് അവരുടെ ജീവിതത്തിന് പ്രശ്നമില്ല, അതൊരു പ്രയാസം ഉണ്ടാക്കൂല, അതിൽ ചില ഗുണങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിനോടൊപ്പം അവരോട് സഹകരിക്കണം. അല്ല, അതിൻ്റെ പ്രശ്നങ്ങളുള്ള വശങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഒരൊറ്റയടിക്ക് പറ്റൂല എന്ന ഒരു ആൻസർ ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നും ഉണ്ടാവില്ല. എപ്പോ പറ്റൂല അത് പറയരുത്. നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം. നമുക്ക് ഗുണകരമാണെങ്കിൽ അങ്ങനെയുള്ള വേണ്ടത്, നമുക്ക് ഒരുമിച്ച് ആ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ അങ്ങനെ ആ മക്കൾക്ക് ഉൾക്കൊള്ളാൻ തരുന്ന തരത്തിൽ നമ്മുടെ ആൻസറുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ നമ്മളോടൊപ്പം ഉണ്ടാകും. അവരെ നമ്മളോടൊപ്പം നിർത്തണം എന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക ആവശ്യമാണ്. ഒരിക്കലും ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വാർത്ത വായിച്ചോ? ഏറ്റവും അടുത്താണ്, ഒരാഴ്ചയായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി, വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുള്ള ഒരു സഹോദരി, അവൾക്ക് ആവശ്യമുള്ള ഒരു വസ്ത്രം എടുത്തു കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ വന്ന പുതിയ വാർത്തയാണത്. ആ കുടുംബം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ചോദിച്ചു, അത് എടുത്തു കൊടുത്തില്ല. എന്തുകൊണ്ടാണ് അത് എടുത്തു കൊടുക്കാതെ ഇരുന്നത്? അത് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. ഒന്നുകിൽ സാമ്പത്തികമായിട്ട് ഒരു പക്ഷേ അത് പറഞ്ഞ സമയത്ത് ഉപ്പാന്റെ അടുത്ത് കാശുണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ കപ്പാസിറ്റി അവരുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മളെങ്ങനെ മക്കളോട് പുതൊന്നും നമ്മുടെ അടുത്ത് ഇല്ല എന്ന് പറയാ? വേണ്ട. എന്താണോ നമ്മുടെ സാഹചര്യം നമ്മുടെ കുടുംബം അറിയണം, നമ്മുടെ സഹധർമ്മിണി അറിയണം. സഹധർമ്മിണിയും എങ്ങനെയാണ് ഇവർ അധ്വാനിച്ച് ഈ പണം ഉണ്ടാക്കുന്നത്, എത്രയുണ്ടാകും, അത് നമ്മളെല്ലാം കുടുംബത്തിൽ പരസ്പരം അറിയണം. ഒരു വസ്ത്രം എടുത്തു കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് ആ കുട്ടി മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് ആലോചിച്ച് നോക്കാണ്. പരീക്ഷയിലൊക്കെ നല്ല മാർക്കാ ഇന്ന് നമ്മുടെ മക്കൾക്ക്. മുസ്ലിം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പരീക്ഷയിലൊക്കെ നല്ല മാർക്കാണ്. അതിൽ അസൂയപ്പെടുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ നല്ല പുരോഗതി വരിച്ചപ്പോൾ അതിനെ പരിഹസിച്ച ആളുകളുണ്ട് കേരളത്തിൽ തന്നെ. കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞ വലിയ വലിയ ബുദ്ധിജീവികളുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കാരണം അവർക്കത് സഹിക്കുന്നില്ല. അതങ്ങനെയാണ്, സഹിക്കില്ല. പക്ഷേ ഭാവിയുടെ കാര്യത്തിൽ, ഫ്യൂച്ചർ, തന്റെ ജീവിതത്തിന്റെ വരുന്ന നാളുകളിൽ എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു പരീക്ഷ, ഒരു ചോദ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനു മറുപടി എഴുതാൻ പറ്റാത്ത അത്രമാത്രം അപജയത്തിലാ നമ്മുടെ മക്കളിൽ പല ആളുകളും. ഭാവി എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് തന്റെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അബദ്ധം എന്താണ്? താൻ നൊന്ത് പ്രസവിച്ചൊരു കുട്ടി അവിടെ ബാക്കിയില്ലേ? എന്തെല്ലാം ഉത്തരവാദിത്തമുണ്ട് മനുഷ്യന്.
അവന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളിലും പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ജീവിക്കുന്ന നമുക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഈ നിലപാടുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് അറിയിക്കേണ്ടവരും പഠിപ്പിക്കേണ്ടവരും നമ്മളാണ്, പഠിക്കേണ്ടവരും നമ്മളാണ്. ഇതൊന്നും പഠിക്കാതെ പഠിപ്പിക്കാതെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ അവർ അവരുടെ ഒരു ചാനലിലൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചു കണ്ടു കൊടുന്നു വന്ന് ഈ ചാനൽ പറ്റൂല എന്ന് പറഞ്ഞ് നമുക്ക് ആ ചാനൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റൂല. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ വിശ്വാസികളാണ്. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും സംസ്കാരമുള്ളവർ, ഏറ്റവും കൃത്യമായിട്ടുള്ള ജീവിത വിശുദ്ധിയുള്ളവർ അവര് മുസ്ലിങ്ങൾ മാത്രമാണ്. ജീവിത നിലവാരത്തിൽ നോക്കൂ, മലമൂത്ര വിസർജനം ചെയ്താൽ അത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ എങ്ങനെ വൃത്തിയാക്കണം എന്ന് ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്ന ഒരു മതം അത് ഇസ്ലാമാണ്. അത് പ്രാവർത്തികമാക്കുന്നവരും മുസ്ലിങ്ങളാ അല്ലേ? ചിലപ്പോ നമസ്കാരത്തിലൊന്നും അത്ര ശ്രദ്ധയില്ലാതെ നടക്കുന്ന ആളുകൾ പോലും അവർ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകും. എന്തേ? അത് അവരുടെ ജീവിതത്തിൽ വന്ന ഒരു ജീവിത ശൈലിയാണ്, രീതിയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടുന്നൊരു ബോധ്യം അവരുടെ അടുത്തുണ്ട്. മറ്റു പല ആളുകളും അതിന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വലിയ മൊത്തം മനുഷ്യന്മാർ വരെ ഇത് കഴിഞ്ഞാൽ കാണാൻ നേരെ ഇറങ്ങിപ്പോയിരുന്നു. കാണുമ്പോ തന്നെ നമുക്കൊരു ശരീരം ഒരു കുടയലാണ്, ഒരു വല്ലാത്ത ഒരു വെറുപ്പിന്റെ ഒരു ഭാഗം അവിടെ വരും. എന്തേ? അയാൾക്ക് അതിനുള്ള അറിവ് കിട്ടിയിട്ടില്ല. അതിന് അറിവ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രമാണം അവർക്കില്ല. അങ്ങനെ ഒരു പരിശീലനമോ അങ്ങനെ ഒരു പാഠ്യപദ്ധതിയോ അവരുടെ ജീവിതത്തിൽ അവർക്ക് നൽകുന്നില്ല. എന്നാൽ ഇത് മുഴുവനും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ പ്രായത്തിനനുസരിച്ച് മക്കൾക്ക് നൽകേണ്ടുന്ന കൃത്യമായ നിലപാടുകൾ നോക്കൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മക്കള് 7 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് നമസ്കാരത്തിന് പ്രേരിപ്പിക്കണം. മക്കളെ നിസ്കരിച്ചോ എന്ന് ചോദിച്ചിട്ട് അവരെങ്ങനെ കൂടെ നിർത്തി നമസ്കാരം പരിശീലിപ്പിക്കണം. 10 വയസ്സ് കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൽ അവർ വീഴ്ച വരുത്തുകയാണെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞു. വലിയ പരിഹാസ്യമായിട്ട് ആളുകൾ 10 വയസ്സായ കുട്ടി നിസ്കരിച്ചെങ്കിൽ പീഡിപ്പിക്കണം, അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെതിരെ പറയുന്നവരുണ്ട്. ആരോട് അടിക്കാൻ പറഞ്ഞത്? അതല്ലേ നോക്കേണ്ടത്. ആ നാട്ടിലെ ഏറ്റവും വലിയൊരു പോക്കീരനെ വിളിച്ചു കൊടുന്ന് എന്റെ മോള് നിസ്കരിക്കണില്ലട്ടോ 2 അടി കൊടുക്കുന്ന പറയല? അല്ല, മിക്കവാറും ഈ അടി കിട്ടും ഉമ്മാന്റെ അടുത്തുനിന്നാണ്. നിസ്കരിക്കാത്ത കുട്ടികൾക്ക് ഉപ്പാന്റെ അടുത്ത് കിട്ടുമ്പോ കുറച്ചും കൂടി ഒരു മാറ്റം ഉണ്ടാവും. നാക്ക് കിട്ടലും ഉമ്മാന്റെ അടുത്ത. ഉമ്മ എങ്ങാനും നിസ്കരിക്കാത്തൊരു കുട്ടിനെ അടിക്കേണ്ടി വന്നാൽ ആ അടി കൊള്ളുമ്മക്ക. അടിച്ചത് മോൾക്കാണെങ്കിലും അടി കൊള്ളുമ്മക്ക. കാരണം അത് അങ്ങനെയാണല്ലോ. മാതാപിതാക്കളുടെ ഒരു പ്രത്യേകത അതാണ്. ഈ ഭൂമി ലോകത്ത് നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു അച്ചടക്കവും നിലവാരവും ഏറ്റവും സംസ്കാരവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ മാതാപിതാക്കൾ. അവരെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. മാതാപിതാക്കൾക്ക് അത്ര താല്പര്യ എന്റെ മക്കള് അവരേറ്റവും നല്ല സ്വഭാവത്തിൽ വളരണമെന്നത്. അങ്ങനെ കളവ് പറയാത്തവരായി, ആരെയും പരിഹാസിക്കാത്തവരായി, ചതിക്കാത്തവരായി, വഞ്ചന ചെയ്യാത്തവരായി നല്ല മക്കൾ നമുക്ക് വളർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ കാര്യത്തിലൊക്കെയും അങ്ങനെയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിലവാരം വേണം. നമ്മുടെ ജീവിതത്തിൽ കളവ് പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ചതിയുണ്ടാവരുത്, വഞ്ചനയുണ്ടാവരുത്. മറ്റുള്ളവന്റെ ഒന്നും നമ്മുടെ ഭക്ഷണത്തിലേക്ക് കലർന്നു വരരുത്. നമ്മുടെ റിസ്ക് ത്വയ്യിബാവണം. റിസ്ക് ത്വയ്യിബാവണം. ഹലാലും ത്വയ്യിബുമായ റിസ്ക്കാവണം അല്ലെ? ഹലാല് ഭക്ഷണത്തിനെതിരെ എന്തെല്ലാം പരിഹാസ്യങ്ങളാണ് നമ്മളെ നാട്ടിൽ നടന്നെന്ന് ആലോചിച്ച് നോക്കാണ്. എത്രമാത്രം എന്നറിയോ? ഇവിടുത്തെ ഭക്ഷണം ഹലാലല്ല എന്ന് എഴുതി വെച്ച ബോർഡ് ഹോട്ടലിന് മുമ്പിൽ സ്ഥാപിച്ചു. ഹലാലല്ലാത്ത ഭക്ഷണം എന്ന് ആലോചിച്ച് നോക്കാണ്. എത്രയാ അവരുടെ ബുദ്ധി! എന്താ ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാ? അവിടുത്തെ കോഴിക്കറി ജീവനുള്ള ഒരു കോഴിയെ അറുത്ത് അതിന്റെ രക്തം മുഴുവനും വാർന്നുപോയി യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതിന്റെ മാംസം ഉപയോഗിക്കേണ്ടത് അതുപോലെ തയ്യാറാക്കിയതാണ് എന്നതാണ് കോഴിയുടെ പാക്കറ്റിൽ ഹലാലി എന്ന പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം. അപ്പൊ അത് ഹലാലല്ലാത്താണെങ്കിലോ അത് കൂട്ടുകിടന്ന് ചത്തിരുന്നു. കുറച്ചൊക്കെ കേടൊക്കെ പറ്റി ചെയ്യാനയക്കണം. എന്നാലോ ഞാൻ അടുത്ത് കറി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളിന്ന ഹലാലല്ലാത്ത ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് എന്നതിന്റെ അർത്ഥം വരുള്ളൂ. ഈ അർത്ഥത്തിനെയാണ് അവർ മറികടക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഹലാലിനെ മറികടക്കാനാണ് ഈ പരിശ്രമമെങ്കിൽ
ഇത് ചീഞ്ഞു നാറിയ ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റാത്തതാണ് എന്നേ അതിനർത്ഥം വരുള്ളൂ. അത് ആലോചിക്കാനുള്ള ബുദ്ധി പോലും അവരുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്താ കാരണം? അത്രമാത്രം ബ്ലോക്കാണ് അവരുടെ ഹൃദയം. എന്തുകൊണ്ട്? മറ്റുള്ളവരോടുള്ള വൈരാഗ്യം കൊണ്ട്, വിദ്വേഷം കൊണ്ട്. ആ ഒരു തരത്തിൽ ഹൃദയത്തെ നിങ്ങൾ കടുപ്പമുള്ളതാക്കരുത്. ഖൽബുൻ സലീമായിരിക്കണം ഒരു വിശ്വാസിയുടേത്. നിർമ്മലമായ ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ കാര്യങ്ങളെ ശരിയും അതിന്റെ ഭാഗങ്ങളും കൃത്യമായി ബോധ്യപ്പെട്ടു മനസ്സിലാക്കുവാനുള്ള തൻ്റെ ഇടം 15 വയസ്സ് കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് വരെയുള്ള മക്കൾക്ക് എമ്പാടുമുണ്ട്. അൽഹംദുലില്ലാ, വളരെ നല്ല ആരോഗ്യമുള്ള മനസ്സിന്റെ ഉടമകളാ ഇന്നത്തെ കുട്ടികൾ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നതാണ് ഒരു പക്ഷേ അവരുടെ സ്വഭാവ രീതികളിൽ പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്നത് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. പറഞ്ഞു കൊടുത്തു, കുറെയൊക്കെ പറഞ്ഞു, എന്നാ പിന്നെ ഇനി പറച്ചിൽ നിർത്തണം എന്നുണ്ടോ? ഇനി എന്നോട് പറയില്ലട്ടോ എന്ന് പറയണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മുടെ മക്കളാണ് അവർ. അവർക്ക് ഈ കാര്യം ബോധ്യപ്പെടുവോളം അവരോട് പറയുകയും അല്ലാഹുവേ അവരുടെ മനസ്സുകളെ പൂർണ്ണമായി ഈ ഇസ്ലാമിൽ പ്രവേശിച്ച് അന്തസ്സുള്ള, ആര് കണ്ടാലും നല്ല മക്കളാണെന്ന് പറയുന്ന, ആരാലും ആവലാതി പറയാത്ത, ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഈ മനുഷ്യരെ മുഴുവനും, ഈ രാജ്യത്തുള്ള മുഴുവനെയും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല മക്കളായി വളരാൻ അല്ലാഹ് അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ കൂടി നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഒരുപാട് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഈ ഇന്നത്തെ പ്രസംഗത്തിലേക്ക്, ഖുതുബയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളോടുള്ള ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ സഭ്യമാണ് എങ്കിൽ അത് സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നതാണ്. അല്ല, അത് ഇസ്ലാമിനും നമ്മുടെ നിയമത്തിനും യോജിക്കാത്തതാണെങ്കിലോ അത് അംഗീകരിക്കരുത്. അംഗീകരിക്കാതെ ഇരിക്കെ തന്നെ അങ്ങനത്തെ മാതാപിതാക്കൾ ഇട്ടെറിഞ്ഞു പോരണമെന്നല്ല അള്ളാഹ് പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മൗലൂദ് കഴിക്കുന്ന, അപ്പൊ അങ്ങനെയുണ്ട്. പല സുഹൃത്തുക്കളും ചോദിക്കും, ഞാൻ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന ഒരു സമ്പ്രദായം ഇനി ഉണ്ടാവൂല എന്ന് അള്ളാഹിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് തീരുമാനിച്ച ആളാ. പക്ഷെ എന്റെ കുടുംബത്തില് ഇന്നാലിന്ന ആള് മരിച്ചിട്ടുണ്ട്, ഉപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം വീട്ടില് ഈ മൗലൂദും ഈ പാട്ടും ഈ ഇതൊക്കെ ഉണ്ടാവും. എങ്ങനെ ഞാൻ മാറി നിന്നാൽ കുടുംബങ്ങൾ മുഴുവനും വെറുക്കും. അവിടെ ഇരിക്കുകയാണെങ്കിലോ അള്ളാഹുവിന്റെ വെറുപ്പ് എനിക്കുണ്ടാവും. എന്താ ചെയ്യേണ്ടത്? വല്ലാത്തൊരു ചോദ്യ, വല്ലാത്തൊരു പ്രശ്നമുള്ള സംഗതിയാണത്. കുടുംബങ്ങൾ മുഴുവനും ആ സന്ദർഭത്തിൽ നോട്ടമിടുന്ന ഒന്നും കൂടിയാണത്. പാപ്പ മരിച്ചു പോയിട്ട് ഒരു മൗലൂദ് ഓതാനും കൂടിയോ ഇരുന്നില്ലല്ലോ. അങ്ങനത്തെ സന്ദർഭത്തിൽ എന്താ പറഞ്ഞറിയോ? ആ സന്ദർഭത്തിൽ പോലും അവർ ഇട്ടെറിഞ്ഞു പോരാനല്ല പറഞ്ഞത്. അതിൽ ഒരിക്കലും ഞാൻ പങ്കാളിയാവുകയില്ല. നിങ്ങൾ ഈ പറയുന്നത് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. കാരണം അത് അള്ളാഹുവിന്റെ നിയമത്തിനെതിരാ. പക്ഷെ എന്നാലും നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള താല്പര്യവും ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, മുറിച്ചു കളയുകയില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മയിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അവരോട് പറയണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് ഈ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള കടമ എന്നത് ഒരു വലിയ ഒരു ഭാഗമാണ്. കാരണം എന്താ? നമുക്ക് മക്കളുണ്ടായി വളർന്നു വന്ന അവരെങ്ങനെയാ നമ്മൾ പരിപാലിക്കുന്നത് അപ്പോഴാ നമുക്കറിയാം. ഓരോ മക്കളും അവർക്ക് മക്കളുണ്ടാകുമ്പോഴാ എൻ്റെ ഉമ്മ എങ്ങനെ എന്നെ ഇത്ര വലുതാക്കി തന്നത്, എൻ്റെ ഉമ്മ ഇതിനോടൊപ്പം എത്രയാണ് സഹിച്ചിട്ടുള്ളത് ബോധ്യപ്പെടുക ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴാ. ഒരാൺകുട്ടിക്ക് തന്റെ മക്കളെ പരിപാലിച്ച് അവരെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ട് വരുമ്പോ നമ്മൾ വരുന്ന പറഞ്ഞ ഓടി കൊലായിലേക്ക് കൊണ്ട് വരുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ആ ചോക്ലേറ്റ്, ആ മധുരം, ആ പലഹാരം അവർക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളത്, അത് അവരെ കാണിക്കുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു ആഹ്ലാദമുണ്ടല്ലോ. ആഹ്ലാദമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? മക്കളിങ്ങനെ ഓടി വരിക വിളിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോ നമ്മുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടാൽ ഉപ്പാന്ന് വിളിച്ചിട്ട് ഓടി വരിക. ജീവിതത്തിൽ അല്ലാഹ് നമുക്ക് തന്ന വല്ലാത്ത ഒരു അനുഭൂതിയുടെ, സന്തോഷത്തിന്റെ നിമിഷങ്ങളാണത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മളെ ചെറുപ്പത്തിൽ അവർ സ്നേഹിച്ചത്, ലാളിച്ചത്. ഒരുപക്ഷെ നമ്മൾ കാണുമ്പോ അവരൊരു പരുക്ക സ്വഭാവമൊക്കെ നമ്മളെടുത്ത് കാണിക്കുന്നുണ്ടാവും.
അതല്ല യഥാർത്ഥത്തിൽ, ആ പരുക്ക സ്വഭാവമല്ല. അവിടെ ഹൃദയത്തിൽ അതിനേക്കാൾ വലിയ നിർമ്മലമായ സ്നേഹവും ആദരവും നമുക്ക് നൽകിയിട്ടുണ്ട്, ലാളന നൽകിയിട്ടുണ്ട്. ഒരുപാട് ചുംബനങ്ങൾ അവരുടെ മടിത്തട്ടിൽ വെച്ച് അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ മടിയിൽ പലപ്പോഴും നമ്മൾ മലമൂത്ര വിസർജനം ചെയ്തപ്പോഴൊന്നും ഒരു തരിമ്പ് പോലും നമ്മളോട് വെറുപ്പ് കാണിക്കാതെ ഒരു ചുംബനം കൂടി കൂടുതൽ തന്നിട്ട് നമ്മളെ സ്നേഹിച്ചവരാണ് അവർ എന്ന് നമ്മൾ ബോധ്യപ്പെടണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, നമ്മൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും, നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ ജീവിത രീതികളിലും ഒക്കെ അത് പരിപൂർണമായിട്ട് നിലനിർത്തണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചത്, ഹജ്ജിന് പുറപ്പെടുന്ന ആളുകൾ, ഹജ്ജിന്റെ സമയമായല്ലോ, അതിന്റെ മാസങ്ങളിലേക്ക് പ്രവേശിക്കാൻ, ആ പുറപ്പെടുന്ന ആളുകൾ പലപ്പോഴും കുടുംബക്കാരെ മുഴുവനും വിളിച്ച് ഒരു വലിയ ഒരു സൽക്കാരം, ഭക്ഷണം നൽകി ഒരു കാര്യം ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഹജ്ജിന്റെ യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് എന്നാണ് സൽക്കാരം എന്നാണ്. അപ്പൊ അങ്ങനെ ഒന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ എന്ത് ഹജ്ജാണ്, എന്ത് ഹജ്ജിനോടോ ഈ പോണ് എന്ന തരത്തിലാണ് പിന്നത്തെ അവരുടെ നോട്ടം നമ്മളിൽ. അതുകൊണ്ട് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഹജ്ജിന് പോകുന്ന നമ്മൾ അങ്ങനെ കുറെ ആളുകളെ വിളിച്ചൊരു ഭക്ഷണം സംഘടിപ്പിച്ച് കൊടുക്കുന്നതിന് തെറ്റെന്തെങ്കിലും ഉണ്ടോ? എന്താണ് അതിന്റെ കാര്യം? അത് ഇസ്ലാമികമാണോ എന്നാണ് ചോദ്യം. സത്യമാണ് ആ സഹോദരൻ പറഞ്ഞത്, അല്ലെ? നമ്മൾ അങ്ങനെ ഒരു പിന്നെ ഭക്ഷണത്തിന് എല്ലാവരും കൂടി വിളിക്കുന്ന സമ്പ്രദായം ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സർവ ആ സ്നേഹവും ആ ചുരിയൊക്കെ പോയി. വല്ലാത്തൊരു ഹജ്ജാണ് എൻ്റെ ഹജ്ജ് എന്നുള്ള അവസ്ഥ. അപ്പൊ ആകെ ഇപ്പൊ ചിന്ത ഹജ്ജിന് പോണ ആൾക്കാരെല്ലാരും കൂടി വിളിച്ചിരുത്തിയിട്ട് ഒരു നല്ല ഒരു സദ്യ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആക്കണം എന്നതാണ്. ഇപ്പൊ ഹജ്ജ് കല്യാണം എന്നാണ് അത്ര ഇപ്പൊ അതിന്റെ പേര്. ചിലയിടത്ത് പറയാ അത് വീട്ടിലൊന്നുമല്ല, ഇപ്പൊ ഓഡിറ്റോറിയത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാ. വലിയ ദുരന്തമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണോ റസൂലുള്ള പറഞ്ഞത് അതേപോലെ നിങ്ങൾ നിർവഹിക്കണം എന്ന് അള്ളാഹ് ഖുർആനിലൂടെ നമ്മളോട് നിർബന്ധമാക്കി പറയുകയും ചെയ്തു. അപ്പൊ റസൂലുള്ള ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു പാർട്ടിയും കൊടുത്തിട്ടില്ല. ഏതൊരു യാത്രയാണെങ്കിലും, യാത്രയിൽ ഏറ്റവും വലിയ യാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ പറയാനുള്ള ഒന്ന്, ഹജ്ജിനു വേണ്ടി വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി ആ ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും ചെയ്ത് തിരിച്ചു വരുന്നത് വരെ മാത്രമാണ് ആ മനുഷ്യനെ ഹാജി എന്ന് വിളിക്കുക. ഹജ്ജ് ചെയ്തവരെല്ലാരും ഹാജി എന്ന് പിന്നെ ജീവിതകാലം മുഴുവനും വിളിക്കണം എന്നത് ഒരർത്ഥത്തിലും നിലനിൽപ്പില്ലാത്ത ഒന്നാണ്. തീർത്ഥാടകൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ആ ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ടവൻ. യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും ഓന് യാത്രക്കാരനല്ലല്ലോ. അപ്പൊ അതൊന്നും അവിടെ ഹാജി എന്നുള്ളൊരു വിളി ഹജ്ജ് കഴിഞ്ഞു വന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീടില്ല. ഹജ്ജിന് പുറപ്പെടുന്ന സമയം മുതൽ ആ ഹറമിലും അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും അവൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴൊക്കെ അവൻ ഹാജിയാണ്. അതുകൊണ്ട് അവിടെ എല്ലാവരും യാ ഹജ്ജ് എന്ന് വിളിക്കുക, അങ്ങനെയാണ് വിളിക്കുക. എല്ലാവരും പരസ്പരം ഒരു ബഹുമാനത്തിൻ്റെതാണ്. ആ ബഹുമാനം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓന് ഹാജി അല്ല കേട്ടോ, അങ്ങനെ വിളിക്കേണ്ടതില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് യാത്ര കഴിഞ്ഞു വന്നിട്ട് കുടുംബങ്ങളൊക്കെ വിളിച്ച് അവർക്ക് ഒരു മൃഗത്തെയൊക്കെ അറുത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അത് സുന്നത്താണ്. ഒക്കെ തല കുത്തനെയാണ് നമ്മളെ നാട്ടിൽ കാണുന്നത്. കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരു ഇരുത്താണ്, പിന്നെ ഭക്ഷണം ആ ഒക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന്
ഒരു 40 ദിവസമൊക്കെ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ചില അമീർമാർ പറഞ്ഞു കൊടുക്കുക. 40 ദിവസങ്ങൾ പുറത്തിറങ്ങരുത് കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ് പെരേല്, കുടുംബക്കാരൊക്കെ വരണവും കാത്തിട്ട്. ഒക്കെ നേരെ എതിരായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പിന്നെ ഹജ്ജിന് പുറപ്പെടുമ്പോൾ ഒരു സുന്നത്ത് നമസ്കാരമില്ല. ഹജ്ജിനെന്നല്ല, ഒരു യാത്രക്കും പുറപ്പെടുന്നവൻ യാത്രയുമായി ബന്ധപ്പെട്ടൊരു സുന്നത്ത് നമസ്കാരമില്ല. എന്നാൽ യാത്ര കഴിഞ്ഞു തിരിച്ചു നാട്ടിലെത്തിയാൽ റസൂലുള്ള വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരെ മസ്ജിദുൽ നബവിയിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് എന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ അത് കാണാം. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഒന്ന് വിളംബരം ചെയ്ത ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി അടിയന്തരം വെക്കുന്ന അകം പറയുന്നുണ്ട്. ഈ പോകുന്ന ആള് അവിടെ വെച്ച് മരിച്ചാൽ അതിന്റെ അടിയന്തരം കേൾക്കാൻ ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണെന്നും പറയുന്നുണ്ട്. എന്തിനാ അടിയന്തരം ഇസ്ലാമിൽ ഇല്ലല്ലോ. ഇസ്ലാമിൽ അടിയന്തരം ഇല്ല. ഇല്ലാത്ത ഒന്നുങ്ങൾ ആദ്യം തന്നെ ചെയ്ത് ഇതൊക്കെ അള്ളാന്റെ നിയമത്തെ, അള്ളാഹുവിന്റെ ഖളാ ഖദറിനെ വകവെക്കാത്ത ചില സംഭവങ്ങൾ ഇതിൽ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ആഡംബരങ്ങളും ഒരു ദുർവ്യായങ്ങളും ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന പല ആളുകളും എണ്ണിക്കൂട്ടി ആ ഹജ്ജിനുള്ള വല്ലാത്ത മുഹബത്ത് കൊണ്ട് അവർ ഒപ്പിച്ച് ഹജ്ജിനോട്ട് പോവുക. അവർ ആൾക്കാരെ മുഴുവനും വിളിക്കണമെങ്കിൽ പിന്നെ ഇവിടുന്ന് കടമെടുക്കണം, ലോൺ എടുക്കണം, പലിശക്ക് എടുക്കണം. എന്തൊക്കെ ദുരന്തങ്ങളാ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യാത്ര, അതിൽ ഏറ്റവും വലിയ യാത്ര ഹജ്ജിൻ്റെതാണ്. യാത്രകൾ ചെയ്യുന്ന ആളുകൾ യാത്ര കഴിഞ്ഞു വന്നാൽ കുടുംബങ്ങളൊക്കെ വിളിച്ച് അവർക്കൊരു ഭക്ഷണം കൊടുക്കുക. അത് സുന്നത്താ. പറ്റുമെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. അതങ്ങനെ സുന്നത്തിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെ മാസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഖുതുബയിൽ നമുക്ക് പരാമർശിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, വരുന്ന ദിവസം ചൊവ്വാഴ്ച 22-ാം തീയതി 7 മണിക്ക് നമ്മുടെ ഖുറൈശി റോഡ് കുറുക പാടത്തിനു സമീപം റാഫി പേരാമ്പ്രയുടെ ഒരു പ്രഭാഷണ പരിപാടിയുണ്ട്. വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ ഈ സമയം ആവശ്യപ്പെടുന്ന ഈ ചൂഷണത്തിനെതിരെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ടതിന് പകരം അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളെ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ മറച്ചു വെക്കുന്ന, അള്ളാഹുവിനെ മാറ്റി നിർത്തുന്ന, ഇനി എന്തിനും ഇവര് മതി എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വലിയ ഒരു സംഘം പുരോഹിതന്മാരാൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഷർറിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക എന്നതിന്റെ കാര്യമാണ്. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാസംഗികനും ആണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയിൽ ആ പരിപാടി ഉണ്ടെന്ന് കേട്ടു പോവാനല്ല അത് പറയണത്. നമ്മുടെ ആ സമയം നമ്മൾ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ കലണ്ടറിൽ ആ സമയം ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട്, ഇപ്പൊ അവധിക്കാലാണല്ലോ, കുട്ടികൾക്ക് തൗഹീദിന്റെ ബാലപാഠങ്ങൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ലഭിച്ചിട്ടാണ് പല ആളുകളും മുജാഹിദുകളായത്. അതുകൊണ്ട് ആ സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റി തരുവാൻ, അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ മാർഗം ലഭിക്കുവാൻ കാരണമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ തരത്തിലുള്ള പരിപാടികളെ നമ്മൾ നോക്കിക്കാണണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുഴുവൻ പരിശ്രമങ്ങളും അവൻ സ്വീകരിച്ച് നാളെ മഹ്ശറ വൻസഭയിൽ നമുക്ക് സന്തോഷം നൽകുന്ന ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന സൽക്കർമ്മങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا أجر والدنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.